ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മറ്റൊരു നല്ല വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ബിരിയാണി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് അതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ബിരിയാണി റൈസ് 500 ഗ്രാം, ചിക്കൻ 500 ഗ്രാം, സവാള 2 എണ്ണം, തക്കാളി 1, മല്ലിയില 1/3 കപ്പ്, യോഗേർട്ട് 1/4 കപ്പ്, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 5 എണ്ണം, ഇഞ്ചി 1 ടീസ്പൂൺ, പച്ചമുളക് 3 എണ്ണം, കാഷ്യൂനട്ട് 5 എണ്ണം, ഉണക്കമുന്തിരി 15, നെയ്യ് RKG ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഉപ്പ്, ഏലക്ക 7 എണ്ണം, ഗ്രാമ്പു 7 എണ്ണം, കറുവാപ്പട്ട 2 പീസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മളുടെ സ്പെഷ്യൽ ബിരിയാണിയിലോട്ട് കടക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് ആദ്യം തന്നെ നെയ്യ് ഒഴിക്കുക. പിന്നെ 1 കപ്പ് അളവിൽ നമുക്ക് സവാള അതിലോട്ട് ഇടാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് അവസാനമായിട്ട് ബിരിയാണിയുടെ മുകളിൽ ഇടാനുള്ളതാണ്. അത് ഇപ്പോൾ തന്നെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. പ്ലേറ്റിൽ വെക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം പരത്തി ഇടണം. അതിനുശേഷം ആ സെയിം പാനിലോട്ട് തന്നെ നമുക്കൊരു 5 കാഷ്യൂനട്ട് കട്ട് ചെയ്തിട്ടിടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു ബ്രൗൺ നിറത്തിലാവുമ്പോഴേക്കും നമുക്കൊരു 15 ഉണക്കമുന്തിരിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ റെഡിയായി വരുന്നുണ്ട്. റെഡിയായി വന്നതിന് ശേഷം നമുക്ക് ഇത് ഒരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇതും നമുക്ക് അവസാനം ബിരിയാണിയുടെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മറ്റൊരു ബൗളിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം പാനിൽ നമുക്കിനി ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ ആവശ്യമായ സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നേരത്തെ പോലെ അത്ര കളർ ആവണമെന്നില്ല. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും. കളർ മാറാതെ തന്നെ ചെറിയൊരു ഗോൾഡൻ ബ്രൗണിഷ് കളർ മാത്രം മതിയാവും. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും സവാള. ഈ സവാളയിലോട്ട് നമുക്ക് പട്ട, ഗ്രാമ്പു, അതുപോലെ ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഞാൻ പച്ചമുളകും ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയിട്ട് അതിലോട്ട് ചേർക്കുകയാണ്. അതായത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പച്ചമുളകും അതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്താണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു 1/4 കപ്പ് യോഗർട്ട് ചേർത്ത് കൊടുക്കാം. യോഗർട്ടിന് പകരം തൈരും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് യോഗർട്ടാണ്. അതിനുശേഷം നമുക്കൊരു 1/4 കപ്പോളം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള നമ്മൾ ആദ്യം തന്നെ വഴറ്റി വെച്ചിരുന്ന ഉള്ളി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പകുതി പാട്ടെടുത്തതിന് ശേഷം പകുതി നമുക്ക് അപ്പോഴേക്കും കുറച്ച് സമയം വെക്കുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് പൊടിച്ചെടുത്തതിന് ശേഷം ഈ മിക്സിലോട്ട് ചേർക്കുക. പകുതി എടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ചിക്കനാണ് ആഡ് ചെയ്യാനുള്ളത്. നമ്മളിവിടെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഒരു 1/2 കിലോ ചിക്കൻ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കൊരു 10-15 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ചിട്ട് ഈ മസാല അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. റൈസ് ഞാൻ വെള്ളം വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാ ഗീ റൈസൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമുക്ക് ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ കാഷ്യൂ നട്ടും അതുപോലെ ഉണക്കമുന്തിരിയും അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് മല്ലിയില കൂടി മാറ്റി വെച്ചിരുന്നു, അതുകൂടെ നമുക്ക് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പേസ്റ്റ് ചെയ്തതും കൂടെ ഇതിന് മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബിരിയാണി നന്നായിട്ട് അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് കൂടെ ചെറിയ തീയിലിട്ട് വെച്ചിട്ട് വേവിക്കാവുന്നതാണ്. ഫ്ലെയിം ഹൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. താഴെയാണ് നമ്മുടെ മസാല ഉള്ളത്, അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ മാത്രമേ ഇട്ട് വെക്കാൻ പാടുള്ളൂ. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സ് ചെയ്യാം. പതുക്കെ മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ ഉടഞ്ഞു പോവും. നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 500 ഗ്രാം അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ബിരിയാണി നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇനി ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബായ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.